റാം നാരായൺ റാം. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഉറപ്പായും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ വലിയ തോതിൽ പണം ചെലവാകുന്നു. അങ്ങനെ ആകരുത്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തണം. തെരഞ്ഞെടുപ്പിനായി പ്രത്യേക ബജറ്റുകൾ ഒരുക്കുന്നു. ആകാശത്ത് ഒരിക്കലും തെരഞ്ഞെടുപ്പ് നടക്കാറില്ല. ആകാശത്തിലും കാടുകളിലും ആരെങ്കിലും കമ്മറ്റികളുണ്ടോ? നക്ഷത്രങ്ങളിലും തിരകളിലും തിരഞ്ഞെടുപ്പുകളില്ല. ഭൂമിയിലെ 800 കോടി ആളുകൾക്ക് ഇത് എപ്പോൾ മനസ്സിലാകുമെന്ന് അറിയില്ല. ഓരോ രാജ്യത്തിനും വ്യക്തിഗത ഉടമസ്ഥാവകാശങ്ങളുള്ളതിനാൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു. ഓരോ രാജ്യവും തങ്ങളാണ് വലിയവർ എന്ന് തെളിയിക്കാൻ നോക്കുന്നു. ഭൂമിയിൽ ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല ഭൂമിയിൽ വ്യക്തിഗത ഉടമസ്ഥാവകാശങ്ങൾ ഇല്ലായിരിക്കണം എന്ന്. എല്ലാവരും ചേർന്ന് പറയേണ്ടത് ഭൂമിക്ക് മതം ആവശ്യമില്ല എന്നാണ്. മതം ഭൂമിയിൽ എവിടെ നിന്നാണ് വന്നത്? ആകാശത്തിൽ നിന്നോ? സമുദ്രത്തിൽ നിന്നോ? പ്രകൃതിയിൽ നിന്നോ? ഇല്ല. ഭൂമിയിലെ മതാധിപന്മാർ മതം സ്ഥാപിച്ചതുകൊണ്ട് അതിനാണ് ഇന്ന് അത്ര ശക്തി. പ്രകൃതിക്ക് മതം ആവശ്യമില്ലെങ്കിൽ മനുഷ്യനു എന്തിനാണ് അതിൻ്റെ ആവശ്യം? മനുഷ്യൻ മതത്തോടെ ജനിക്കില്ല. മനുഷ്യന്റെ ശരീരം 5 തത്വങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്: വായു, വെള്ളം, ഭൂമി, ഊർജം എന്നിവ. അതിനാൽ വസ്തുനിഷ്ഠമായ മതമാവണം. ഭൂമിയിൽ ഒരേ ദൈവം ശരിയാണെങ്കിൽ മറ്റു മതങ്ങളിലെ ദൈവങ്ങൾക്ക് എന്തിനാണ് ആവശ്യം? എല്ലാ മതങ്ങളുടെയും ദൈവങ്ങൾ ഒന്നായിരിക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഭൂമിയിൽ വ്യക്തിഗത ഉടമസ്ഥാവകാശം ഇല്ലെങ്കിൽ ഭൂമിയിൽ കള്ളന്മാരുമില്ലായിരിക്കും. മനുഷ്യൻ തന്നെ നിർമ്മിച്ച മതങ്ങൾക്കും ജാതികൾക്കും എതിർപ്പ് പ്രഖ്യാപിക്കാതെ ഭൂമിയുടെ ധനം സാധ്യമാകില്ല. കോൺഗ്രസ് പാർട്ടി ഭൂമിയിൽ നിന്ന് വ്യക്തിഗത ഉടമസ്ഥാവകാശം നീക്കാൻ ആരംഭിച്ചാൽ സനാതൻ ദൾ അതിൻ്റെ പിന്തുണയിൽ ഉണ്ടാകും. മനുഷ്യൻ മരിച്ചാലും എല്ലാം ഭൂമിയിലാണ് ശേഷിക്കുന്നത്. ആകാശം എല്ലാ മനുഷ്യരെയും ഭൂമിയിൽ അവരുടെ ജന്മാവകാശത്തോടെയാണ് അയച്ചത്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ റാം നാരായൺ റാം എന്ന ജപം ചെയ്താൽ എല്ലാം ശരിയായി നടക്കും. ഭാവിയിൽ ഏത് പ്രശ്നവും സംഭവിക്കില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നല്ലത്? ഏതാണ് ജനങ്ങൾക്ക് സഹായം നൽകുന്നത്? ഏത് പാർട്ടിയിലാണ് നിങ്ങൾക്ക് വിശ്വാസം വയ്ക്കാൻ കഴിയുക എന്നതെല്ലാം നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അതിനായി നിങ്ങൾ ധ്യാനം ചെയ്യണം. ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. റാം നാരായൺ റാം എന്ന ജപം തുടരണു. ശരിയായ വഴി സ്വയം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു ധർമ്മഗുരു മാത്രമാണ് പ്രകൃതിയെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആളുകൾ അവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നു. മരങ്ങൾക്കും തൈകൾക്കും ജീവൻ ഉണ്ട്. അവയ്ക്കും മനസ്സും വിശപ്പും ഉണ്ട്. അവ നിശബ്ദമായി ഒരേ സ്ഥലത്ത് നിൽക്കുന്നു. സ്വാർത്ഥം കൂടാതെ മനുഷ്യരെ സേവിക്കുന്നു. എന്നിട്ടും മനുഷ്യൻ അവയെ മനസ്സിലാക്കുന്നില്ല. മനുഷ്യന്റെ ശരീരം ഭൂമിയുടെ ഒരു ഭാഗമാണ്. എല്ലാവരും ധ്യാനം ചെയ്യണം. ധ്യാനത്തിലൂടെയാണ് മനസ്സിന്റെ സമാധാനം, വിവേകത്തിന്റെ വളർച്ച, ഒപ്പം നിങ്ങളുടെ ക്ഷേമവും ഉണ്ടാകുന്നത്. നിങ്ങൾ എല്ലായ്പ്പോഴും റാം നാരായൺ റാം എന്ന ജപം തുടരേണ്ടതാണ്.